കുട്ടിയായിരിക്കുമ്പോൾ ഒരു 4 വയസ്സൊക്കെ ഉള്ള സമയത്ത് അവനെ കുളിമുറിയിൽ വെച്ച് കുളിപ്പിക്കുമ്പോൾ ഞാനും അവനും കൂടി ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിൽ കൈയിട്ട് ഇളക്കി ഇളക്കി വലിയ ചുഴികൾ ഉണ്ടാക്കി കളിക്കാറുണ്ടായിരുന്നു. അവന് വലിയ ഇഷ്ടമുള്ള കളിയായിരുന്നു അത്. കപ്പിൽ വെള്ളം എടുത്ത് ഉയരത്ത് താഴേക്ക് ഒഴിച്ച് വെള്ളച്ചാട്ടം ഉണ്ടാക്കി കളിക്കും. അതേപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി പല പിച്ചിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇളങ്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാക്കി കളിക്കും. പിന്നെ അരുവി ഉണ്ടാക്കും. ഇളം ചൂടുള്ള വെള്ളവും നല്ലപോലെ തണുത്ത വെള്ളവും മാറി മാറി അവൻ്റെ മേലൊഴിച്ച് ഞാൻ അവനെ കുടുകുടാ ചിരിപ്പിക്കും. ഞങ്ങൾ രണ്ടുപേരും ഏറെ ആസ്വദിച്ചിരുന്ന സമയങ്ങളായിരുന്നു അത്. ഈ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് കുളിമുറിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ആ ഒരു ഹോൾ, ഒരു ദ്വാരമുണ്ടല്ലോ, അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കി സെക്കൻഡുകൾ ചിന്താമഗ്നനായി നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവൻ എന്നോട് ചോദിക്കുകയാണ്, അമ്മ ഈ വെള്ളത്തിന് എന്താ കണ്ണുണ്ടോ എന്ന്. ഞാൻ മുഖം ചൊളിച്ചപ്പോൾ അവനത് വിവരിച്ചു തന്നു. കണ്ണുള്ളതുകൊണ്ടല്ലേ കൃത്യമായിട്ട് ഒഴുകാനുള്ള ഓട്ടം അവിടെയാണെന്ന് വെള്ളത്തിന് മനസ്സിലാവുന്നത് എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ ആ ഒരു കുട്ടി കൗതുകം, ചിന്ത പോയ വഴി ആലോചിച്ചിട്ട് ഞാനപ്പോൾ വല്ലാതെ തരളിതയായിപ്പോയി. ഞാൻ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, മോനെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടയാൻ ആർക്കും പറ്റില്ല ഉണ്ണീന്ന് പറഞ്ഞു. അന്ന് അവനത് മനസ്സിലായി കാണില്ല. പിന്നീട് ഒരു 18-19 വയസ്സൊക്കെയായി ഒരു യുവാവായപ്പോൾ അവൻ കോളേജിൽ പഠിക്കാൻ ചേർന്നപ്പോൾ അവൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയെ പറ്റിയിട്ട് വളരെ ആരാധനയോടുകൂടി അവൻ എന്നോട് സംസാരിക്കുകയുണ്ടായി. അവളുടെ സ്വാതന്ത്ര്യ ബോധത്തെ, അവളുടെ ഇച്ഛാശക്തിയെ, അവളുടെ ഉറച്ച നിലപാടുകളെ, അവളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചിട്ടുള്ള അവളുടെ അഭിമാനത്തെ പറ്റിയൊക്കെ അവൻ വളരെ വാചാലനായി എന്നോട്. എനിക്ക് പ്രണയമാണ് എന്ന് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കോളേജിൽ നിന്ന് കുട്ടികളെല്ലാവരും കൂടി ടൂറ് പോയി. എങ്ങോട്ടും ഏതാ സ്ഥലം എന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ചെന്നിട്ട് അവൻ എന്നെ വിളിച്ചു. ഈ പെൺകുട്ടിയും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ചെന്നിട്ട് എന്നെ വിളിച്ചു, അമ്മ ഇതാ ഇവിടെ ഇങ്ങനെ പുഴ ഒഴുകുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, കുഞ്ഞു കുഞ്ഞു അരുവികൾ ഈ പുഴയിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല, റേഞ്ച് പോയിട്ട് കട്ടായി. പക്ഷേ അവൻ ഫോൺ കട്ട് ചെയ്ത നിമിഷം ഞാൻ പണ്ട് ഞങ്ങൾ കുളിമുറിയിൽ ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ആ ഒരു കൊച്ചു കുളിമുറിയിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ദിവസങ്ങളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്തു. വല്ലാതെ വികാരവിവശയായി. ബാക്കിയൊക്കെ എൻ്റെ ഭാവന കലർത്തി എഴുതിയതാണ് ഈ കവിത. ഇച്ഛാമതി എന്നാണ് കവിതയുടെ പേര്. ഇച്ഛാമതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വന്തം ഇച്ഛയ്ക്കൊത്ത് ഒഴുകുന്നവൾ എന്നാണ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും നടുവിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഇച്ഛാമതി. അപ്പോൾ അവൻ അവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ സമീപത്ത് നിന്ന്, അമ്മേ ഞാൻ ഇച്ഛാമതി എന്ന നദിയിലേക്ക് ഇറങ്ങിക്കൊള്ളട്ടെ എന്ന് ചോദിക്കുന്നതായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടാണ് ഞാൻ ഈ കവിത എഴുതിയിട്ടുള്ളത്. നദിയെ സ്ത്രീയോടല്ലാതെ മറ്റാരോടാണ് ഉപമിക്കുക? സ്വന്തം ഇഷ്ടത്തിനൊത്ത് ഇച്ഛയ്ക്കൊത്ത് ഒഴുകുന്നവൾ, അവൾ തൊടുന്നവരെയും അവളെ തൊടുന്നവരെയും നനയ്ക്കുന്നവളാണല്ലോ പുഴയും അവളും. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എഴുതിയ കവിതയാണത്. കവിത വായിക്കാം. ഇച്ഛാമതി. അകലെ എങ്ങോ നിന്ന് മേഘപാളികളിലേക്കുയർന്ന് മഴയായി പെയ്തിറങ്ങുന്നു അവൻ്റെ വാക്കുകൾ. അമ്മേ, ഞാനിപ്പോൾ ഇച്ഛാമതി എന്നൊരു നദിയുടെ തീരത്താണ്. പണ്ട് നമ്മുടെ കുളിമുറിയിൽ ബക്കറ്റിനകത്ത് അമ്മ എനിക്കായി തീർത്ത അതേ ചുഴികൾ, മലരികൾ, കളകളങ്ങൾ, കുളിര്, കാറ്റ്, കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ, ഇളം ചൂടുറവകൾ, അത്ഭുതങ്ങൾ എല്ലാം ഇവിടെ ഈ അതിർത്തിയിൽ വീണ്ടും എന്നെ തൊട്ട് പുറത്തേക്കൊഴുകാനുള്ള പഴുതെത്ര കൃത്യമായി അറിയാൻ ഈ വെള്ളത്തിനെന്താ കണ്ണുണ്ടോ എന്ന എൻ്റെ കുട്ടിക്കൗതുകത്തെ അന്ന് എത്ര ഉമ്മകളാൽ പൊതിഞ്ഞാണ് ഉണ്ടെന്നും സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന സ്വച്ഛഗാമിനിയാണ് വെള്ളമെന്നും അമ്മ ഉത്തരം തന്നത്. ഇച്ഛാമതി ശരിക്കും ഇതാ ഇപ്പോൾ എൻ്റെ മുന്നിൽ. ഇറങ്ങിക്കൊള്ളട്ടെ ഞാൻ ഇനി മെല്ലെ ഇവളിലേക്ക്.